ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയൊന്നുമല്ല കേട്ടോ, കൃഷിയുമല്ല, വിളവെടുപ്പുമല്ല, പൂക്കളെ കാണിക്കൊന്നുമല്ല. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കുന്നത് നമ്മളെ വയനാട് ജില്ലയിൽ മുണ്ടക്കൈ മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നല്ലോ. അപ്പം കുറേ പേർക്ക് വീട് നഷ്ടപ്പെട്ടു പോയി, ജീവൻ പോയിട്ടുണ്ട് കുറേ പേരുത്. പക്ഷെ വീടും പോയപ്പോൾ അവർക്ക് വീട് കൊടുത്തല്ലോ സർക്കാർ, ടൗൺഷിപ്പ് വീട് കൊടുത്ത്. ആ വീട് ഞാൻ വയനാട് ജില്ലക്കാരിയാണല്ലോ, അപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആ വീടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കൽപ്പറ്റയിലുള്ള ടൗൺഷിപ്പ് വീട് കാണാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാ വരി, ഞങ്ങളുടെ അടുത്തുനിന്ന് കുറച്ച് ദൂരമുണ്ട്, ഞാൻ മാനന്തവാടി ഭാഗമല്ലേ, അപ്പോൾ ഞാൻ കാറിൽ കയറട്ടെ. അങ്ങനെ 5-ാം മൈൽ ഞങ്ങളെ ടൗണായ 5-ാം മൈലിലേക്ക് എത്തി. 5-ാം മൈൽ ഞങ്ങളിനി വലതു ഭാഗത്തേക്കുള്ള റൂട്ടിലേക്കാണ് പോകുന്നത്, കൽപ്പറ്റയ്ക്ക്. പനമരം എത്തി ഞങ്ങൾ. പാലം ഇതാ ഞങ്ങളെ പനമരം പാലം. 5-ാം മൈൽ കഴിഞ്ഞ് പനമരം പാലം കഴിഞ്ഞാൽ പിന്നെ പനമരം ടൗണ് തുടങ്ങുക. പ്രിയപ്പെട്ടവർ കുറേ പേര് വയനാട് തന്നെ കാണാത്തവരാണ്, പനമരം കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇതാണ് പനമര സ്റ്റാൻഡ് കേട്ടോ. പണ്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഈ ഇരിപ്പിടൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ കുത്തനെ നിൽക്കലേന് ബസ് വരുന്നോ നോക്കിയിട്ട്. ഇപ്പോൾ ഇരിപ്പിടായി, എല്ലാ സൗകര്യവുമായി. ഇനി കാണുന്ന അങ്ങാടി പച്ചിലക്കാട് കേട്ടോ. പച്ചിലക്കാടിൽ നിന്ന് ഇടത് ഭാഗത്തേക്ക് റോഡുണ്ട് മീനങ്ങാടിക്ക്. അവിടെ ആ മീനങ്ങാടി പോകുന്ന വഴിക്കാണ് ഞാൻ വർക്ക് ചെയ്ത സ്കൂൾ. അതുകൊണ്ട് പച്ചിലക്കാട് എത്രയോ ദിവസം ഞാൻ ഇങ്ങനെ ബസ്സിന് കാത്തിക്കിരുന്നു, മാനന്തവാടി ബസ്. അതൊക്കെ ഒരു ഓർമ്മ. ഇവിടെ കാണുമ്പോൾ ഒരു നൊസ്റ്റു. പച്ചിലക്കാട് ടൗണ് ഇതാ ഈ റോഡാണ്, മീനങ്ങാടി റോഡ്. യാത്രയിൽ ഇങ്ങനെ ഓരോ നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കുന്ന കേട്ടോ. ഇതൊക്കെ ഇപ്പം കൽപ്പറ്റ എത്താനുള്ള സ്ഥലമാണ്. പച്ചിപ്പൊക്കെ കാണുമ്പോൾ രസമാണ്. ഇവിടെ മഴയൊന്നും ഇപ്പോൾ ഒന്നും കിട്ടിയില്ല, അടുത്തൊന്നും കിട്ടിയില്ല. അതാണ് കാണുന്നതാണ് കൽപ്പറ്റ ഹോസ്പിറ്റൽ. ഇതാണ് കൈനാട്ടി. ഉച്ച നേരം ആയതുകൊണ്ട് വാഹനത്തിനൊക്കെ ഒരു കുറവുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ബ്ലോക്ക് പോലൊക്കെ ഉണ്ടാവുകയാണ്. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡാണ് ഇപ്പുറത്തെ സൈഡ്, ഇടത് ഭാഗത്ത്. കോഴിക്കോട് പോകുന്നവരൊക്കെ ഇവിടെ വന്ന്, ഞങ്ങളൊക്കെ പണ്ട് ഇവിടെ നോക്കി. അങ്ങനെ ഞങ്ങൾ വന്ന് ടൗണ് കഴിയാറായി. ബൈപ്പാസിലേക്ക് ഞങ്ങൾ ഇപ്പം തിരിയും. ബൈപ്പാസിലാണല്ലോ സർക്കാർ കൊടുത്ത ടൗൺഷിപ്പ് ഉള്ളത്. ഇപ്പം ഞങ്ങൾ ടൗൺ ഇങ്ങനെ കഴിഞ്ഞ് ഇവിടെ കേട്ടോ നെസ്റ്റോ കണ്ടോ, കൽപ്പറ്റ നെസ്റ്റോ. അതും കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയാലാണ് ബൈപ്പാസ്. അങ്ങനെ ബൈപ്പാസിലേക്ക് ഇപ്പം അതാ തിരിയുന്നു. ആ തിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടത്തോട്ട് പോയാലാണ് ആ വീട് കാണുക. നേരെ പോകുന്ന എങ്ങോട്ടാന്ന് കാണുന്ന നേരെ റോഡ് വിംസ് ഹോസ്പിറ്റലാട്ടോ, മേപ്പാടി വിംസ് ഹോസ്പിറ്റലിലേക്കാണ് നേരെ പോകും. അപ്പം ഞങ്ങൾ തിരിഞ്ഞു ഇങ്ങോട്ടേക്ക്. ഇവിടെയാണ് നമ്മളെ ടൗൺഷിപ്പ് ഉള്ളത്. ഞാൻ ഇതിൻ്റെ മുമ്പ് കാണിക്കലുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ പണിയെടുക്കുന്നതൊക്കെ. ഇതിൻ്റെ പണി നടക്കുമ്പോൾ ഞാൻ കാണിക്കലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് പണിയെല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് താക്കോല് കൊടുത്ത വീടുകളാണ്. മാഷാ അല്ലാ, നമ്മൾ പോയി നോക്കുക. ഞാനും വൃത്തിയായതിൻ്റെ ശേഷം ഞാനും കണ്ടില്ല, നിങ്ങളെപ്പോലെ തന്നെ ആദ്യമായിട്ടാണ്. ആ വീടിൻ്റെ ഇങ്ങനെ സൈഡൊക്കെ നിങ്ങളിപ്പം കാണുന്നുണ്ടാവും, റോട്ട് വന്ന് കാണൂ. ഇതാ പോയി ഇതാ ഇങ്ങോട്ട് എന്തോരു വിസ്താര മുൻഭാഗോ, ഇഷ്ടം പോലെ ഏരിയ കാറ് നിർത്താൻ കേട്ടോ. ഹൈ അടിപൊളി. ഇതാ ബാക്കിൽ നോക്ക്, എന്താ വീട് ഇങ്ങനെ നിരനിരയായിട്ട് വരിയായിട്ട് എല്ലാ ഭാഗത്തും കൂടെ ഞാൻ പോകും കേട്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഇപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരാം. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇപ്പം ഇത് കണ്ടെങ്കിലല്ലേ ഉള്ളൂ. പിന്നെ നോമ്പ് ഞാൻ കുറേ പേര് കാണാൻ വരുന്നുണ്ട്. ഇതാ അങ്ങോട്ട് നോക്ക്, ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കട്ടെ കേട്ടോ. ഞങ്ങൾ
പോലെ തന്നെ കുറേ ആൾക്കാർ പല ഭാഗത്തു നിന്നും കാണാൻ വന്നവരുണ്ട് കേട്ടോ. കണ്ടോ, ഇഷ്ടം പോലെ ആൾക്കാരാ. ഇത് മുകളിലൊക്കെ കയറുന്നുണ്ട് കേട്ടോ. അതാ മുകളിലൊക്കെ കയറി കാണിച്ചിരുന്നുണ്ട്, കയറണമെന്നുണ്ട്. ഈ വീടിൻ്റെ മുമ്പിലും കണ്ടോ ചെടി പിടിപ്പിച്ചത്. ഈ ചെടി എന്താ അറിയോ, നല്ല വയലറ്റ് കളറുള്ള കൊലകൊലയായിട്ട് തൂങ്ങൂലേ, നല്ല അടിപൊളി ഉണ്ടാവും. ഇതങ്ങോട്ട് വലുതായിട്ട് വള്ളി നിറഞ്ഞ് പൂവിടുന്നത് കാണാൻ അടിപൊളിയായിരിക്കും. ഇതാ വയലറ്റ് കാണുന്നുണ്ട്, ഇതാ കണ്ടോ. ഇതിൻ്റെ വലിയതിങ്ങ് വരും. ഇതിൻ്റെ പെട്രി അങ്ങനെ എന്തോ ആ പേരും തോന്നുന്നു, എന്നോടത് മറന്നു. ഞാൻ ഈ ചെടിക്ക് വേണ്ടി കാത്തുനിന്ന് ചോദിക്കാൻ നടക്കുക. നഴ്സറിയിലൊക്കെ ഉണ്ടാവും, എനിക്കും വാങ്ങി വെക്കണം. എന്നാൽ തണലും ആവും, ഒരു മറവും ആവും. ഇപ്പൊക്ക് ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. അതാ ഗേറ്റ് കണ്ടോ, അടിപൊളി ഗേറ്റ്, നെറ്റ്. അത് ഇവിടെ പിലാത്തൈ ഇല്ലേ, നല്ലൊരു പിലാത്തൈ വെക്കാൻ വെച്ചിട്ടുണ്ട്. ചെടി ഇതാ ഇവിടെ ഉണ്ട്. ഞാൻ പിന്നെ ചെടീൻ്റെ ആളായത് കൊണ്ട് വരുമ്പോൾ എന്തൊക്കെ തണലിന് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇതാ ഇത് നല്ലൊരു തരം ചെടി തന്നെയാ, നല്ല തെളിവായിട്ടുണ്ടല്ലോ. ഇവിടെ നമ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ നോക്ക്, പ്ലോട്ട് നമ്പർ 1C28 അങ്ങനല്ല. അപ്പം അത് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടേ തോന്നുന്നു. ഇതൊക്കെ ചാക്കിട്ടാണ്, നനച്ചിട്ട് ചാക്കിട്ടാണ്. കണ്ടോ അങ്ങോളം ഉണ്ട്. ഇവർക്ക് നല്ല സുഖം, വീട്ടിലേക്ക് കയറുന്നവർക്ക് ചളിയാവില്ല. അവിടം വരെ സൗകര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണാൻ പോകുന്നത് നല്ലൊരു വിശ്രമ കേന്ദ്രം, എന്താ പറയേണ്ടത്, നല്ല പൂന്തോട്ടം. നോക്ക് പിടിപ്പിച്ച് നോക്ക്, അങ്ങോളം പൂക്കളുണ്ട്. ഈ പച്ച പുല്ലില്ലേ, ഈ പച്ച പുല്ല് മഴ പെയ്താൽ ഒരു ഉഷാറ് വരാനുണ്ട്, നല്ലൊരു പച്ച. ഇനി ചെടികളൊക്കെ വലുതാവാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഭംഗി എന്തായിരിക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ജൂൺ ജൂലൈ മാസം കേട്ടാവുമ്പോൾ ഇതവിടെയൊക്കെ പണി നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അപ്പുറത്തെ വീട്ടുകാർക്കും ഇപ്പുറത്തെ വീട്ടുകാർക്കും നല്ല കാഴ്ചയാണ്, രണ്ട് ഭാഗത്തുള്ളവർക്കും. ഇതാ പൂക്കളൊന്നും തൊടാൻ പറ്റൂല. അതാ അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്. അതാണ്ടോ നല്ല ബെഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പേരൊക്കെ ഉണ്ട് അതിൻ്റെ നടുക്ക്. അതുണ്ട്, പൂക്കളുണ്ട്. ഇപ്പം തന്നെ നനക്കണം, എന്നാലേ ഇപ്പം പറ്റൂ. സെൻറ്ററിലുള്ള പൂന്തോട്ടത്തിൻ്റെ നീളം നോക്ക്, ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇത് അങ്ങ് വരെ ഉണ്ട്, അങ്ങോളുണ്ട്. അതും സെൻറ്ററിലും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർക്ക് ഭംഗിയായിട്ട് ആസ്വദിക്കാം. പിന്നെ അങ്ങ് നോക്കി, എന്താ അങ്ങോട്ട് നോക്കിയാൽ കാണാം ഇപ്പം വീടുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നു അങ്ങേ അറ്റം. അതിനൊക്കെ റോഡ് വേറെ ഉണ്ട്. ഇത് നല്ല താറിട്ട റോഡ് കുറേ ഉണ്ട് ഇവിടെ, 2-3 ഒക്കെ ഉണ്ടെന്ന് പറയുന്നിട്ടുണ്ട്. വരുന്നവരൊക്കെ വീടിൻ്റെ മുകളിലും കയറുന്നുണ്ട്. അപ്പുറത്തുള്ളവരൊക്കെ നിറച്ച് കയറി. അപ്പം ഞാൻ വിചാരിച്ചു ഒഴിഞ്ഞൊരു വീടിൻ്റെ മുകളിൽ കയറട്ടെ എന്നുള്ള. എല്ലാ വീടും ഒരേപോലെയാണ്, ഏത് വീടിൻ്റെ മുകളിൽ കയറിയാലും കുഴപ്പമില്ല. ഞാൻ മുകളിൽ കയറട്ടെ. മുകളിൽ കയറുന്നുണ്ട്. കയറാനൊക്കെ നല്ല സൂപ്പറാ, അടിപൊളിയായിട്ട് കയറാം. കയറി കയറി കയറിയതാ. ഹായ്, എന്താ വിശാലമായ സൗകര്യങ്ങൾ കേട്ടോ. ഇതിൻ്റെ ചുറ്റുകളൊന്ന് കണ്ടു നോക്കി. നമുക്കില്ലേ പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയാലും മുകളിൽ കയറിയിരുന്ന് എന്തെല്ലാം കാഴ്ചകൾ കാണാം. ഹായ്, എന്താ ഉഷാറ്. എവിടെ നോക്കിയാലും വീടുകളാട്ടോ, വീട് തന്നെ. ചുറ്റും നോക്കി നോക്കി, ചുറ്റും ഞാൻ അങ്ങ് നോക്കി. ഇതാ ഉണ്ടാക്കുന്ന വീട് കാണിച്ചു തരാം. ഇനി പുതുതായിട്ട് ഉണ്ടാക്കുന്നത് ഇതാ മോളിന്നാ ശരിക്കും കാണുക. ഇതാ ടാങ്ക്, വലിയ ടാങ്കു. അത് എത്ര ലിറ്ററിൻ്റെ ആയിരിക്കും ഇത്? 1000-ൻ്റെ. ഓ ഇതാ എന്താ ഇവിടുന്ന് കാണാൻ കാഴ്ചയുള്ളേ. ഇതാ റോഡ്, ഇതാ റോഡ് നിറച്ചതൊക്കെ കാഴ്ചക്കാർ, ഞങ്ങളെ പോലെ കാഴ്ചക്കാരാട്ടോ വന്നത്. ഇതാ അങ്ങോളം ഇട്ടിട്ടോ നടുക്കൊരു മരമുണ്ട്. ബാക്കിയുള്ളതൊക്കെ പിടിപ്പിക്കൂ, എല്ലാം പിടിപ്പിച്ചിങ്ങോട്ട് ആളാവുക. വയനാട്ടിൽ ശരിക്ക് കാണാൻ വരാൻ മാത്രമുണ്ട്. ആ വീട് എണ്ണിയാ തിരൂല കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ എണ്ണി മടുത്തു. എത്ര എണ്ണിക്കും ആകെ ഉള്ളത്? ഇതാ അപ്പുറമൊക്കെ നോക്ക്. ഈ ഏരിയ ഫുള്ള് പണി തീർന്ന വീട്, അപ്പുറത്തെ ഏരിയകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വീടും അങ്ങനെ ഇപ്പം ഉള്ളത്. ഇവിടെ പ്രത്യേകതകൾ, ഇങ്ങനെ ഞെട്ടിക്കുന്ന പ്രത്യേകതകളാണ് അവിടെ ഉള്ളത്. നോക്ക്, സോളാർ സ്വയം പര്യാപ്തത. ഇനി എല്ലാം ഫിറ്റാക്കിയാൽ സോളാറിലുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കറണ്ട് ഉപയോഗിച്ചൂടെ. അതിൻ്റെ സൗകര്യം എല്ലാ വീടുകളിലും ഉണ്ട് കേട്ടോ. ഞാനിപ്പോഴത് ശ്രദ്ധിച്ച എല്ലാ വീടും പണി കഴിഞ്ഞ വീട്ടിലൊക്കെ അതാ ഫിറ്റാക്കീന്.
എനിക്കുണ്ടല്ലോ ഇങ്ങനെയുള്ളൊരു ഏരിയ കിട്ടി, അങ്ങനെ വാർപ്പിൻ്റെ മേലെ ഒഴിഞ്ഞ സ്ഥലം കിട്ടിയാൽ എന്തെല്ലാം ചെടികൾ നടും. ഇവിടെ വരുന്നവർക്ക് നല്ല സൗകര്യമാണ്. എന്താ പൂന്തോട്ടം പെടുന്ന നല്ല ഭംഗിയിൽ കാണാം കേട്ടോ. മുകളിൽ നിന്ന് ഇങ്ങോട്ട് കാണുമ്പോൾ പച്ച ഒന്നും കൂടി കാണും. ഇത് ഞാൻ കാണിച്ചിട്ട് ഉള്ളൊക്കെ കേട്ടോ എല്ലാം ഒരേപോലെയാണ്. അപ്പോൾ ഒരു വീട് തുറന്ന് ഉള്ളു കണ്ടാൽ മതിയല്ലോ. അപ്പോൾ എല്ലാം അതുപോലെ തന്നെ. എന്നാ വരി നമുക്ക് ഉള്ളു കാണാലോ. ഇപ്രാവശ്യം ഈ ടൗൺഷിപ്പ് കാണാൻ ഒരാളെയും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആരാന്നറിയോ? എൻ്റെ ഉമ്മയാ. എൻ്റെ ഉമ്മ വയനാട്ടിലേക്ക് വന്ന നോമ്പായാലും എൻ്റെ ഉമ്മ മൂത്താങ്ങളുടെ വീട്ടിലാണ് താമസിക്കല്. അങ്ങനെ മൂത്താങ്ങളെ കൽപ്പറ്റയുള്ളത്. അപ്പം കൽപ്പറ്റ താമസിക്കുക. അപ്പം ഞാൻ അവിടുന്ന് കൂട്ടിയതാണ്. അതൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. ഉമ്മയും കാണാലോ. അതൊക്കെ ഒന്ന് കാണുമ്പോൾ അപ്പോൾ ചോദിച്ചു നോക്കുമ്പോൾ എല്ലാ വിവരവും ഉണ്ട് കേട്ടോ. പേപ്പർ വായിക്കും, നന്നായിട്ട് പേപ്പർ വായിക്കും. എന്നിട്ട് വിവരങ്ങളൊക്കെ ഇന്നോട് പറഞ്ഞു തരിക. അപ്പോൾ അതെൻ്റെ ഉമ്മയാട്ടോ. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന മുകളിൽ കയറ്റിയില്ല, അവിടെ എല്ലാം കണ്ട് ഇങ്ങനെ ആസ്വദിക്കുക ഉമ്മ. വീടിൻ്റെ പണി തീർന്നില്ല, അതുകൊണ്ടാണ് ഓപ്പൺ ആക്കിയിട്ടത്. അപ്പം നമുക്ക് കാണാമല്ലോ. പണി തീരാത്തത് കൊണ്ട് ഷൂ ഒക്കെ ഇട്ടിട്ട് തന്നെ കയറാം. തകൃതിയായ പണി. അതാ ഒരു ഹാള്, കുറച്ച് വലിയ ഹാളാണ്. എന്താ വിശാലമായ ഹാള്, ഒരു ഹാള്. ഇത് ഇവിടെ ഡൈനിങ് ടേബിളൊക്കെ വെക്കാല്ലേ അല്ലേ? എന്തുള്ളേ? ഇതാ കൈ സൗകര്യം. ഒരു ബെഡ്റൂം. തുറക്കൂല? ആ ബെഡ്റൂം അടച്ചത്. ഓ 2 ബെഡ്റൂം അടച്ചിട്ടതാ കേട്ടോ. ഇതൊരു കോമൺ ബാത്റൂം. ബാത്റൂം കുറച്ച് വലുപ്പമുണ്ട്. ഇതാ ബാത്റൂം എല്ലാം ഇട്ടാണ്, ടൈല് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അടുക്കള നോക്കാം നമുക്ക് കേട്ടോ. ഓ അടുക്കള നല്ല ഉഷാറിത. പണി തീർന്നില്ല. അതൊക്കെ കൊണ്ട് വൃത്തിയാക്കി തുടച്ചാൽ അതിൻ്റെ ഭംഗി കാണുള്ളൂ. വിശാലമായ അടുക്കള കേട്ടോ. അതാ സ്ലാബൊക്കെ നോക്കി നല്ല അടിപൊളി. മറ്റേതാ ഗ്രാനൈറ്റാ. ഗ്രാനൈറ്റ് ഒറ്റ പീസുള്ള ഗ്രാനൈറ്റ്. ഇനി അടുത്ത് വർക്കേരിയ. ഓ വർക്കേരിയ നോക്ക്. അവിടെ ഈ വർക്കേരിയയിലും നല്ല ഗ്രാനൈറ്റാ, ഒറ്റ പീസ് ഗ്രാനൈറ്റാ. അങ്ങനെ പീസ് മുറിച്ചൊട്ടിച്ചൊന്നുമല്ല. ഇന്ന് വർക്കേരിയ എന്താ പാത്രം കഴുകാനുള്ള സൗകര്യമോ ഇല്ലാണ്ട് ഇവിടെയൊക്കെ ടൈലൊട്ടിച്ച് കഴിയാനുണ്ട്. എന്താ ബാക്കോട്ടൊന്ന് ഇറങ്ങിയാൽ ആവശ്യത്തിന് മുറ്റുമുണ്ട്. എന്താ ബാക്കിൽ. ഓ ഇവിടെയൊക്കെ ചെറിയ പച്ചക്കറി തോട്ടമൊക്കെ പിടിപ്പിക്കാം. നല്ല വെയിലുമാണ്. എന്താ ബാക്ക് നോക്കിയാൽ അപ്പുറത്തൊക്കെ വീട്, ഇതേപോലത്തെ വീട്. എന്താ ഇഷ്ടം പോലെ വേണത് മനസ്സ് വെച്ചാൽ. ഇവിടെ നീളങ്ങനെ വരിയോട്ട് തക്കാളി, പച്ചമുളക്, വെണ്ട ഒക്കെ അങ്ങ് പിടിപ്പിക്കാം. ദാ ഈ സൈഡും ഒക്കെ, ഈ സൈഡിലും സ്ഥലമുണ്ട്. നമ്മളുണ്ടല്ലോ ഇവിടെ താമസിക്കുന്ന ഒരാൾ നല്ലൊരു കൃഷിക്കാരി ആയാൽ മതി. അത് കണ്ട് ഉഷാറായി വരുന്നത് കണ്ടാൽ മറ്റുള്ളവരിത് കാണും. അങ്ങനെ മൊത്തം ഇവിടെ അടുക്കളത്തോട്ടം ഉണ്ടാക്കുക. എന്നാൽ പുറത്തേക്ക് പോകുകയേ വേണ്ട. എല്ലാം ഇവിടെ പിടിപ്പിക്കുക. നല്ല മണ്ണ്, നല്ല സൂര്യപ്രകാശം, വെള്ളമുണ്ട്. ഒരാളുടെ കണ്ട് മറ്റേ ആൾ കണ്ട അങ്ങനെ മൊത്തത്തിലാവട്ടെ, പിടിപ്പിക്കട്ടെ എല്ലാവരും. ഭാഗത്തുള്ളൊക്കെ ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ല. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നു. പൂന്തോട്ടം. അതായത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോയി നോക്കാം കേട്ടോ. അപ്പുറത്തെ സൈഡിൽ നമുക്കിന്ന് കാണാലോ. വരും. ഇത് വേറൊരു പൂന്തോട്ടം. എന്തിനും പുല്ല് പിടിപ്പിച്ചില്ല, അതിന് പുല്ല് പിടിപ്പിച്ച് കഴിഞ്ഞു. പണി തീർന്നില്ലല്ലോ. കഴിയുമ്പോഴത്തേനൊക്കെ അല്ലേ അതിൻ്റെ ഫുൾ ഭംഗി കാണും. ഞങ്ങൾ വന്ന് അയൽക്കൂടെയാണ്, ബൈപ്പാസിൻ്റെ അയൽക്കൂടെ. നല്ല ടാറിട്ട റോഡ്. ഞങ്ങളെ കാർ അവിടെ നിർത്തി. ഇത് വേറൊരു ടാറിട്ട റോഡ്. ഇതാ ഇതും ഇങ്ങോട്ടേക്കുള്ളത് തന്നെ. ഇതാ കണ്ടോ, അടിപൊളി റോഡ്. ഇവിടെ കാണാൻ വരുന്നവരോടുള്ള ഇഷ്ടം പോലെ ആൾക്കാർ പല ഭാഗത്ത്. ഇതാ കണ്ടോ വെള്ളം ഒലിച്ചു പോകുന്ന ഡ്രൈനേജ്. റോഡിൻ്റെ വീതിയും നോക്ക്. ഒരു മിനി ഹൈവേ തന്നെ കേട്ടോ. നല്ല വീതിയുള്ള നല്ല അടിപൊളി. സെൻ്ററിൽ നോക്ക് നല്ലൊരു മരം. നമ്മൾ നോക്കുമ്പോൾ അങ്ങോട്ടൊക്കെ ഉണ്ട് വീട്. നമ്മളിങ്ങനെ നടന്ന് നമുക്ക് കാലുവേദന എടുക്കും തോന്നും. അത്രയും ദൂരം നടക്കാനുണ്ട്. ഇതാ വാഹനവും ആൾക്കാരും ഇവിടെ എത്രയാ. ഭാഗത്തിൻ്റെ പ്രത്യേകത നോക്ക്. തൊട്ട് ബാക്കിൽ മലനിരകളാൽ ചുറ്റപ്പെട്ട് ഇവിടെ ബാക്ക് ഫുള്ള്. മുമ്പിലാണെങ്കിൽ നാഷണൽ ഹൈവേ. അവർ തൊട്ട് മുമ്പിൽ ബാക്കിൽ മലനിരകൾ. അടിപൊളി സൗകര്യമുള്ള സ്ഥലം, വിസ്താരമുള്ള. നമ്മളെപ്പോലുള്ളവർക്കൊന്നും ഇത് ഒരു ഇഞ്ച് വാങ്ങാൻ നമ്മളോട് കഴിക്കില്ലേ. അത്രക്ക് ഇവിടുത്തെ വില എത്രയാണ് അങ്ങനെയുള്ള വിലയുള്ള
സ്ഥലത്താണ് ഇപ്പോൾ ഇവരെ താമസിപ്പിച്ച്. കൽപ്പറ്റ സെൻറ്റർ എന്ന് പറയുക. അങ്ങാടിയാ, തൊട്ട് മുമ്പിൽ അങ്ങാടിയാ ഹൈവേൻ്റെ. അതും ഞങ്ങൾ കാണിച്ചു തരാം, പോകുമ്പോൾ ഞങ്ങൾ അതും കാണിച്ചു തരാം കേട്ടോ. അടിപൊളി വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ആ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇത്ര നടന്നു വന്നു എന്നറിയോ. ഇതാ മണൽ, സിമെൻറ്റ്, കല്ല്, കമ്പി എല്ലാം കൂട്ടിയിട്ട് ഇതാ മലപോലെ കൂട്ടിയിട്ടാണ്. എവിടെ നോക്കിയാലും നമ്മൾ തിരിഞ്ഞു നോക്കിയാലും വീടുകൾ തന്നെ, ഇങ്ങനത്തെ വീട്. ഇതാ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഇതാ അവിടെ നോക്ക്, ഇതാ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. വരി നോക്കി, ഇതെന്താ നോക്ക്, പവർ ഹൗസ്. എല്ലാവരും കറണ്ട് എത്തിക്കുന്ന ഓരോ വീടിന് മുമ്പിലും സ്ട്രീറ്റ് ലൈറ്റും ഉണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതെന്താന്ന് പറഞ്ഞാൽ കമ്പി മുറിക്കുന്നത്, പണിക്ക് ആവശ്യമായ കമ്പികളൊക്കെ മുറിക്കുന്ന സ്ഥലം, സ്റ്റോർ ചെയ്യുന്ന സ്ഥലം അതായിട്ട്. ഇപ്പോൾ ഓരോ ഏരിയ ഞങ്ങളെ കാണിച്ചു തരിക. ഞങ്ങളിപ്പം നടക്കാൻ തുടങ്ങിയിട്ട് ഇത്ര നേരെ അവിടെ നിന്ന് പോകുന്നു, നടന്ന് അങ്ങനെ അറ്റം ഇവിടേക്ക് വരണം. രാവിലെ വരണോ, അത്രക്കും കാണാൻ പറ്റേണ്ട അത്ര ഏരിയ നടക്കാൻ തന്നെ ഉണ്ട്. ഞങ്ങൾ വന്ന ടൈം തെറ്റിപ്പോയി, വൈകുന്നേരം. അതും നോമ്പു നോക്ക്. വർക്ക് ഇൻ പ്രോഗ്രസ്. റോഡ് നമുക്ക് ഉണ്ടാക്കാനാവും, ഇത്രയും വീതിയുള്ള റോഡ്. നമ്മൾ കൃഷി എടുക്കുന്നവർക്കൊക്കെ എന്തെല്ലാം സാധനം ഇവിടെ ഉണ്ട്. വേസ്റ്റ് നോക്കി ഇഷ്ടം പോലെ. കന്നാസ്, സിമെൻറ്റ്, ചാക്ക കട്ടിക്കുണ്ട്. കൃഷി എടുക്കാനുള്ളവർക്കൊക്കെ നല്ല സൗകര്യം. ഞാൻ ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും എടുക്കാൻ തോന്നുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു, അവിടെ സിമെൻറ്റ് ചാക്ക് കണ്ടിട്ട് തോന്നിയില്ല എന്നുള്ളത്. സിമെൻറ്റ് ചാക്കൊക്കെ ഒരു കൊല്ലത്തിനുള്ളിൽ കൊണ്ടുപോയി വെച്ചിരുന്നു. ഇനി എനിക്ക് ധൈര്യമായിട്ടെല്ലാം നോക്കി കാണാം, ഒന്നും എടുക്കൂല, ഇഷ്ടം പോലെ ഉണ്ട്. നോക്ക് എന്തുപോലെ കൃഷി എടുക്കുക. വേറൊരു ഭാഗം ഇവിടെ ഇന്നിപ്പം ഞായറാഴ്ച ആകുമ്പോൾ പണിക്കാരൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇവിടെ നടക്കാനാവില്ല പോലും. ഞായറാഴ്ച ആയതുകൊണ്ട് പണിക്കാരൊന്നും ഇല്ലാത്തൊരു സമയമാണ്. അതുകൊണ്ട് നോക്കി പണി നടക്കുന്നത് വേറൊരു ഭാഗം. എത്ര ഭാഗം ഞങ്ങളെ കാണിച്ചു തന്നു, നടന്ന് കാണിച്ചു തരിക. എല്ലാവരും കാറിൽ ഇങ്ങനെ പോയി കാണുന്നവരുണ്ട് ഇഷ്ടം പോലെ. ഞങ്ങൾ ഈ തിരിച്ചു പോകുന്ന കാറിൽ ഇങ്ങനെ കാണണമെന്ന് വിചാരിച്ചാൽ നിൽക്കുന്നത്. ഉണ്ടോ പണി നടക്കുന്നത്. ഇത് വേറൊരു വീടാട്ടോ. ഇതിൻ്റെ ഒരു ബെഡ്റൂം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പുറത്തെ വീടിൻ്റെ ബെഡ്റൂം ഓപ്പൺ ആക്കിയിട്ടിരുന്നല്ലോ. അപ്പോൾ ഞാൻ ബെഡ്റൂമുകളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഇതാ ഇതിൻ്റെ ബെഡ്റൂം. ഇതാ വാതിലൊക്കെ റെഡിയാ, വാതിലൊക്കെ ഉണ്ട്. സൂപ്പർ. ഇതാ നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം. ഇതാ തൈലെല്ലാം കഴിഞ്ഞു. ഇത് പണി തീരാത്ത വീടാ. അതാ അറ്റാച്ച്ഡാട്ടോ, അറ്റാച്ച്ഡ് ബെഡ്റൂമാ. എന്താ സാധനം കൊണ്ടങ്ങ് നിറഞ്ഞെടുക്കുക, കാരണം പണി തീർന്നില്ലല്ലോ. 1-2 വീടാണോ. നല്ല വലിപ്പമുള്ള. ഞാൻ ഇതിൻ്റെ അടുക്കളയും കൂടി ഒന്ന് കാണിച്ചു തരാം. എന്താണ്, ആ ഫാനുണ്ടല്ലോ, ഫാനൊക്കെ ഫിറ്റാക്കി. ഫാൻ ഇതാ ഹാളിൽ 2 ഫാനാട്ടോ. എൻ്റെ ഈ ഹാളെല്ലാം വലിപ്പമുണ്ട്, നല്ല വലിപ്പമുള്ള. എന്താ 2 ഫാന് ഇവിടെ. ഇതാ കൈ കഴുകാനൊക്കെ ഇവിടെ നല്ല വേറെ സ്ഥലം തന്നെ, അതിനായിട്ടുള്ള സ്ഥലം. ഇതെന്താ, ഇത് കോമൺ ബാത്റൂമിന് അടുക്കള. ഇതൊക്കെ പണി തീരാത്തത് കൊണ്ടേ. ഓ എക്സോസ് ഒക്കെ ഉണ്ട് കേട്ടോ, എക്സോസ് ഉണ്ട്, എല്ലാം ഉണ്ട്. സിറ്റ് ഔട്ട്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ചെടി പിടിപ്പിക്കാണ്ട്. ഇതാ കൊഴിച്ചിട്ടുണ്ട്. ഇതാ സിറ്റ് ഔട്ട് കഴിഞ്ഞിതാ നല്ല മുറ്റം, ഗേറ്റ്, ചുറ്റുമതിൽ എല്ലാം സൂപ്പറാ. വീട് ഓപ്പൺ ആട്ടോ, കാണിച്ചു തരാം. അവിടെ നമ്മൾ പിന്നെ ഷൂ ഒക്കെ ഊരി വെക്കണം, എല്ലാം ക്ലീൻ ആക്കിയതാ. രണ്ട് പൂച്ചെടി. ഇത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ എല്ലാ പണിയും. അനുസേ ഇതാണ് അടുക്കള. ഇതിന് പണി കഴിഞ്ഞതല്ല. ഇതാ ഒരു വീട് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നോക്ക്, ഇതൊക്കെ നോക്ക്, എല്ലാം ഇതൊക്കെ ഉണ്ട്. അടിപൊളി. ഇതാ പൈപ്പ്, നല്ല പാത്രം കഴിയുന്ന സിങ്ക്, നല്ല അടിപൊളി. ഇത് വർക്ക് ഏരിയ. ഇതാ
ഓ വെള്ളമുണ്ട് വെള്ളമുണ്ട് ഇതാ വെള്ളം തുറക്കണ്ട. നമ്മളിപ്പോൾ ഇതിനെ വെള്ളം നാശാക്കുന്നു. തുറന്ന് കളയണ്ട. ഇനി ഇവിടുത്തെ ബെഡ്റൂം എന്താ അടിപൊളി ബെഡ്റൂം. ഹായ് ഇതാ അൽമാറയൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ അൽമാറ. ഇതാ അൽമാറിൻ്റെ ഉള്ളിതാ ഫാന്. ഇനി അപ്പുറത്ത് ഇനി ഇവിടെ ഉണ്ട്. ഇത് ബാത്റൂം ഇതാ സൗകര്യം. ബാത്റൂമിൻ്റെ എന്താ നല്ല ഷവറ് എക്സോസ് ഇതാ അതെല്ലാം ക്ലീനാക്കിയ. ഇനി ഇതാ ഇവിടെ ഇത് കൈ കഴുകുന്നത് അവിടെ ഇതാ ഇവിടെ ഇതാ ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂം നല്ല സൂപ്പർ. ഇതാ കക്കൂസ്. ഇവിടെ അലമാര ഇതാ അലമാര ഫാന് ട്യൂബൊക്കെ ഫിറ്റാക്കി. ഇതെല്ലാം കഴിഞ്ഞതാ. ഇത് സൂപ്പറാ. കണ്ണാടി വരെ ഇതാ കക്കൂസിന് കണ്ണാടി. വൈകുന്നേരമായി നോക്കുമ്പോൾ ആൾക്കാർ കൂടി കാഴ്ചകൾ നോക്കി ഇഷ്ടം പോലെ ആൾക്കാർ വരിക കാണാനിത്. ഇപ്പം കൽപ്പറ്റ ബൈപ്പാസിൽ നിന്ന് ഇങ്ങനെ തിരിക്കുകയാണ് ടൗൺഷിപ്പിലേക്ക്. ആ റോട്ടുമിലൂടെ ഇങ്ങനെ ടൗൺഷിപ്പിൻ്റെ ഉള്ളിലെ റോട്ടിലൂടെ ടാറിട്ട റോട്ടിലൂടെ പോകുന്ന എല്ലാ വീടുകളും റോഡും സൗകര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. എന്നാ കണ്ടോളി. ഇവിടെ തുടങ്ങാം നമുക്ക്. ഇതാണ് റോഡ്. ഇത് ടൗൺഷിപ്പിൽ കയറിയ റോഡ്. കയറി ഞങ്ങൾ ഇതാ ലൈറ്റ് ഇട്ടു കേട്ടോ. വൈകുന്നേരം ലൈറ്റൊക്കെ ഇട്ട് ഇതാ ഓരോ വീടും കണ്ടോളൂ. എന്താ അതൊക്കെ ഇതൊക്കെ കാണാൻ വന്നവരാട്ടോ. ഇവിടെ ഭയങ്കര തിരക്ക് ആൾക്കാരോട്. ഇന്നിപ്പോൾ വൈകുന്നേരമായി നോക്കുമ്പോൾ ഞങ്ങളെ പോലെ തന്നെ കാണാൻ വേണ്ടിയിട്ട്. ഇനി നോമ്പ് കഴിഞ്ഞാൽ ഈനും കൂടും. കുറേ പേര് നോമ്പ് ചെയ്യാൻ കാത്തിക്കുന്നുണ്ട് ദൂരമുള്ളവരൊക്കെ. ഇതാ റോഡ് നോക്ക് എന്താ ഭംഗി. നല്ല വീതിയുള്ള റോഡ്. അപ്പുറത്തെ സൈഡൊക്കെ വീട്. നടുക്ക് പൂന്തോട്ടം. ഒരു വീട് ഞാൻ ക്ലിയറായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതന്നെ എണ്ണിയാ തീരാത്ത വീട് തന്നെ. അത് ആ ഭാഗം മുഴുവൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പണി കഴിഞ്ഞ് ഒരു ഭാഗത്ത് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ തേപ്പൊക്കെ ഉണ്ട് ബാക്കി. അങ്ങുള്ള ഭാഗം ഞങ്ങളിങ്ങനെ കറങ്ങി ഞങ്ങളിനി ഹൈവേയിലേക്ക് അങ്ങ് എത്തും. വണ്ടി നിർത്തിയിട്ട് നോക്കിയോ. വണ്ടി നിർത്തിയിട്ടത് ഇതൊക്കെ ഇവിടെ കാണാൻ വന്നവരാ. ഞങ്ങൾ പിന്നെ നോമ്പല്ലേ ബാങ്ക് കൊടുക്കാനായി. അപ്പം ഞങ്ങൾ പോവുക. ഇവിടെയാണ് പൂന്തോട്ടം. കുറേ ഓടിയാരെ പൂന്തോട്ടം. എന്താ നടുക്ക് കണ്ടോ. ഓരോ സെന്ററിൽ നടുക്കുണ്ട്. എന്താ പോന്ന് ഞങ്ങൾ ഇങ്ങനെ അപ്പുറം നോക്കി വീട് പുതുതായിട്ട് ഉണ്ടാക്കുന്ന വീടുകളാട്ടോ. കാറിന്ന് കാണുന്ന കാഴ്ചകളാ കാണിക്കുന്നത്. അല്ലാണ്ട് നേരിൽ തന്നെ ഞങ്ങൾ നേരിട്ട് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ അങ്ങ് പോയിട്ട് ഞങ്ങൾ ഹൈവേയിൽ അങ്ങ് എത്തും. വീട് ഇതാ ബൈപ്പാസിന്റെ ഒരു റോട്ടുമ്പോൾ ഞങ്ങൾ കയറിയ കേട്ടോ. അപ്പൊ വേറെ റോട്ടിലൂടെ ഞങ്ങൾ ഇറങ്ങുന്നത്. മണ്ണ് ഇടിച്ച് രണ്ട് ഭാഗം കണ്ടോ. മണ്ണൊക്കെ ഇടിച്ച് റെഡിയാക്കിയിട്ട്. ഇതാണ് ബൈപ്പാസ്. ബൈപ്പാസിലേക്ക് വന്നു. അപ്പൊ 3 റോഡായില്ലേ ടാറിട്ട്. ഇപ്പൊ ഇവിടെ കാണാൻ വരുന്നവർക്ക് ഇഷ്ടം പോലെ കാഴ്ചകളുണ്ട് കേട്ടോ. എൻ്റെ കാഴ്ചയിൽ തന്നെ ഞങ്ങൾ കുറേ പേര് ഇത് കണ്ട പോലെ ആയിട്ടുണ്ടാവും. ഞാൻ അത്രയും വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഭാഗം ഇവിടെ കേട്ടോ ഞങ്ങൾ കയറിയത്. ഈ ടാറിട്ട റോട്ടിലൂടെ ഉള്ളോട്ട് കയറി ഇറങ്ങിയത് വേറെ ഒരു ടാറിട്ട റോട്ടിലൂടെ. ഞങ്ങള് നോമ്പ് തുറക്കാൻ സമയമായി. വൈകുന്നേരങ്ങൾ നോമ്പ് തുറന്ന് ആങ്ങളുടെ വീട്ടിൽ നിന്നാ. എൻ്റെ മൂത്ത ആങ്ങളുള്ളത് കൽപ്പറ്റയിലാണ് താമസിക്കുന്നത്. ഇപ്പൊ ഉമ്മ അവിടെ ഉള്ളത്. ഇപ്പൊ നോമ്പ് തുറക്കാൻ പോകും. അതാണ് ആങ്ങളുടെ വീട്. അക്കാണുന്നത്. ആങ്ങൾ അധ്യാപകനാണ്. ആങ്ങളുടെ ഭാര്യ ഹെഡ് മിസ്ട്രസ് ആണ് മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ.
ഇതാങ്ങളുടെ വീട്. ഇവിടെ ഒരു ബോർഡ് കാണും, അത് മരുമോള് ഡോക്ടറാ. ആങ്ങള അധ്യാപകനാണ്. ഞങ്ങൾ നോമ്പ് തുറപ്പിക്കുക. അതാ ഞങ്ങൾ നോമ്പ് തുറക്കാൻ എന്തെല്ലാം ഒരുക്കി വെച്ചത് നോക്ക്. അടിപൊളി. ഇത് ചെറുകടിയാ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് ശരിയായ ഫുഡ് കഴിക്കും. ഉന്നക്കായ ഉണ്ട്, കട്ട്ലറ്റ് ഉണ്ട്, സമൂസ ഉണ്ട്, തരി ഉണ്ട്. മോളുസേ, ഇത് ആങ്ങളുടെ പേരക്കുട്ടിയാട്ടോ. പേര് പറഞ്ഞെടുക്ക്, പേര് പറഞ്ഞെടുക്ക്. മോളൂസ് ഉമ്മയുടെ നോമ്പ് തുറക്കാൻ സമയം ആയിക്കൊണ്ടിരിക്കുന്നത്. ആങ്ങളുടെ വീട്ടിലുള്ള ഇതാ നോമ്പ് തുറക്ക എന്തൊക്കെ നോക്ക്. സമൂസ ഉണ്ട്, ഉന്നക്കായ ഉണ്ട്, കട്ട്ലറ്റ്, ഈത്തപ്പഴം, തരി. അങ്ങനെ ഞങ്ങൾ തന്നെ കഴിച്ച് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. എനിക്ക് ആകെ ഒരാള് വയനാട്ടിലുള്ളൂ, ആങ്ങള. ബാക്കി എല്ലാരും ബുക്ക കൊടിയത്തൂര. അത് ആങ്ങളുടെ മോനാട്ടോ, സൈബു. അതാണ് മൂത്ത. അത് നെജു. അതാണ് നെജു ഡോക്ടറാണ്. ആങ്ങളുടെ മോൻ അധ്യാപകനാണ്. മോള് മോളൂസ്, ഒരേ മോളും. അത് ഇങ്ങനെ അൽഹംദുലില്ലാഹ് എല്ലാ ടൗൺഷിപ്പ് മൊത്തം ചുറ്റിക്കറങ്ങി ആങ്ങളുടെ വീട്ടിൽ നിന്ന് നോമ്പ് തുറന്ന് ഞങ്ങളിവിടെ എത്തി. നിസ്കാരമൊക്കെ അങ്ങനെ മുറ പോലെ പോയിട്ടുണ്ട്. ഇപ്പം 10 മണി കഴിയാനായി ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.